സിംഹം വരുന്നു മാറ്. ഈ പ്രകൃതി എത്ര മനോഹരം. അയ്യോ സാറേ, വേഗം പോ. കവിത പാടി സമയം വേസ്റ്റ് ആകല്ലേന്ന്. നമുക്ക് എത്രയും പെട്ടെന്ന് പോർട്ടിൽ എത്തിച്ചേരണം. ഇല്ലെങ്കിൽ നമുക്ക് ഷിപ്പ് മിസ്സാവും. ഇതെന്താ എന്റെ വണ്ടിയെ കിട്ടിയോളോ? നിങ്ങളൊക്കെ വീട്ടിൽ അറിയിച്ചിട്ട് വന്നതാണോ? നന്നായിട്ട് പോകുന്നതിന്റെ ജീവിതം എന്തിനാ കൊളവാക്കാൻ നോക്കുന്നേ? സർ ഈ ആന്റിക്ക് എന്നിൽ നിന്ന് മോഷ്ടിക്കാൻ നോക്കിയാ. ഇതൊന്ന് സൂക്ഷിച്ചു വെച്ചേക്കണേ. അയ്യോ നിക്ക, പറയുന്നത് കേക്ക്. അയ്യോ എന്തൊരു കഷ്ടം ഇത്. വേണ്ടാത്ത പ്രശ്നങ്ങൾ. ഓ, നമ്മുടെ തലയ്ക്ക് വരാനുള്ളതേ വഴി തങ്ങി നിക്കില്ല കേട്ടോ. അയ്യോ ഈ പ്രശ്നങ്ങളൊക്കെ വിട്ടേക്ക്. നിങ്ങൾ വേഗം വണ്ടി എടുക്കുന്നുണ്ടോ? വേഗം പോർട്ടിലെത്തണം, അല്ലെങ്കിൽ ഷിപ്പ് മിസ്സാവും. ഹണി കരയല്ലേ? പരുക്ക് വല്ലതും പറ്റിയോ? ഇല്ല ചെറിയ ചേട്ടാ, എനിക്ക് കിട്ടിയുടെ ഓർമ്മയായിട്ടുണ്ട്. ആ അതെ, നീ പറയുന്നത് ശരിയാ. കുറെ ദിവസമായി വെക്കേഷന് പോയിട്ട് നീ വന്നിട്ടില്ല. തുമ്പ, അവരെ കിട്ടിയില്ലല്ലോ. തെരയൂ, അവർ നമ്മുടെ ദൈവത്തെ അപമാനിച്ചു. അവർക്ക് നമ്മൾ ശിക്ഷ കൊടുത്തേ പറ്റൂ. തുമ്പ അവരെ വെറുതെ വിടില്ല. അല്ല, മോഷ്ടിക്കപ്പെട്ട ഈ വിഗ്രഹം എങ്ങനെയാ കണ്ടുപിടിക്കുക? ആ വിഗ്രഹത്തിന്റെ കാര്യം വീട്, നമ്മുടെ ജീവൻ തിരിച്ചു കിട്ടിയ വലിയ കാര്യം. നീ അവരുടെ പുറകെ തന്നെ പോ, ഞങ്ങൾ വന്നേക്കാം. അല്ല, കണ്ണ സാറിന്റെ സൗണ്ട് ആണല്ലോ. വരൂ, പുറത്തു പോയി നോക്കാം. കണ്ണസാറ് വന്നല്ലോ. നമ്മള് വിചാരിക്കുന്നതല്ലേ ഈ ലോകത്ത് നടക്കുന്നത്. നിന്റെ സ്പാനർ കൊണ്ടിട്ട് എന്റെ തലയിൽ പിരമിഡ് ഉണ്ടായി. എടാ മണ്ട, കണ്ണ സാറിന്റെ തലയിൽ സ്പാനർ കൊണ്ടിരിക്കുക. നീ കൈതട്ടി ആഘോഷിക്കുകയാണോ? നിനക്കിട്ട് തന്നാ നീ എന്ത് ചെയ്യും? നിന്റെ പല്ലൊക്കെ കൊഴിഞ്ഞു പോവും. പിന്നെ കഞ്ഞിവെള്ളം മാത്രമേ കുടിക്കാൻ പറ്റൂ. അയ്യോ ഇല്ല. അല്ല, ഈ വിഗ്രഹം ഭംഗിയായിരിക്കുന്നു. ആ രണ്ടുപേര് ഇത് മോഷ്ടിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് വീണ്ടും കാറിലിട്ട് തന്നെ അവർ ഓടിപ്പോയി. നീ ഇന്നസെന്റാ, സന്മനസ്സുള്ളവളാ, ആർക്കും പാര വെക്കാത്തവളാ. ആ പിന്നെ നീ ഒരു പൂച്ചയെ അല്ല. നീ കുറച്ച് സില്ലിയാന്ന് പറഞ്ഞതാ. അവര് തന്നെ വിഗ്രഹം മോഷിച്ച് അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതായിരിക്കാം. അതെ അതെ, നിന്നെ കണ്ട രാജ്ഞിയെ പോലെയുണ്ട്. രാജ്ഞിയായിട്ടിരിക്കുന്ന എന്ത് കഷ്ടമെന്നറിയോ? നമ്മുടെ ത്രാണി പോലും പോവും. പാവം, നീ പോലും അറിയാതെയാ പ്രശ്നങ്ങൾ വരിക. എനി ഡൗട്ട്? കിറ്റി, ആ ബ്രേസ്ലെറ്റും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇന്ന് രാത്രി ഒരു പാർട്ടി ഉണ്ട്, അത് ഞാനൊന്ന് ബോറോ ചെയ്തോട്ടെ? ഇല്ലില്ല, ആ
ആളുകൾ വീണ്ടും വന്നാലോ? നീ കോളി പാർട്ടി അടുത്താ നടക്കുന്നത്. ഞാൻ പറന്നു വന്ന് തന്നേക്കാം. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കുന്നവരുടെ ജീവിതമേ കട്ട പുകയാ കേട്ടോ. അവർക്ക് കണ്ണും കാണില്ല, ഒന്നും കാണില്ല. കടം വാങ്ങിച്ച് വാങ്ങിച്ച് എല്ലാരാലും അവർ അപമാനിക്കപ്പെടും. Any doubt? ഡോ, ഞാനിപ്പോ ബ്രേസ്ലെറ്റ് കടം മേടിച്ചോളാം. പിന്നെ വന്ന് നിന്റെ ഉപദേശവും. ശരി, ഓക്കെ, ഇതാ പിടിക്കേ. പാലിൽ കുളിച്ച ദേഹം തിളങ്ങുന്നുള്ളതൊക്കെ സത്യമാണ്. പക്ഷെ അതുകൊണ്ട് പാല് കുഴുക്കൊഴിഞ്ഞ് എന്റെ മേലെ തുപ്പുന്നത് എന്തിനാ? എനി ഡൗട്ട്? നിങ്ങൾ കേട്ടോ? കിറ്റി അലർന്ന സൗണ്ട് കേട്ടു. കണ്ണൻ സാർ എന്തെങ്കിലും കവിത പറഞ്ഞതായിരിക്കും. മിണ്ടാണ്ട് കിടക്ക്. കണ്ണാ സാറും കടന്ന് അലറുന്നുണ്ട്. ഒരുപക്ഷെ വേറെ ആരെങ്കിലും കവിത പറഞ്ഞതായിരിക്കോ? അല്ല ഫ്രണ്ട്സ്, എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നേ. വാ നമുക്ക് പോയി നോക്കാം. അല്ല, സാർ ഉറങ്ങുവാണ്. സാർ എങ്ങനെ ശബ്ദം ഇട്ടിട്ടുണ്ടാവും? എടാ മണ്ട, അതേ ഉറങ്ങല്ല, ബോധം കെട്ടി വീണിരിക്ക. ഉള്ളി എണീപ്പിക്കേ. സോറി, അത് ഞാൻ കിഡ്നാപ്പേഴ്സ് ആണെന്നാ വിചാരിച്ചേ. നിങ്ങൾ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്യാൻ ട്രൈ ചെയ്തോ? എല്ലാവരും വയസ്സാകുമ്പോ പല സ്ഥലത്തേക്ക് തീർത്ഥയാത്ര പോവും. ആ കാട്ടുവർഗക്കാര് കിറ്റിയെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. എന്ത്? ഏത് കാട്ടുവർഗക്കാര്? ആ വിഗ്രഹത്തിന്റെ ആൾക്കാര്. അതിന് വിഗ്രഹമല്ലേ പൊക്കിക്കൊണ്ട് പോകണ്ട്. കിറ്റി എന്തിനാ എടുത്തോണ്ട് പോയ? രണ്ടും കൊണ്ടുപോയടോ. ഇപ്പോഴല്ലേ പറഞ്ഞ് കിറ്റി എടുത്തോണ്ട് പോയത്? എടാ മരമണ്ട, അവർ രണ്ടും എടുത്തിട്ട് പോയെന്ന്. അല്ല, കാട്ടുവർഗക്കാർ എന്തിനാ എടുത്തോണ്ട് പോയേ? വിഗ്രഹം മറ്റേ രണ്ടുപേരുടെ അല്ലേ? എടാ, കിറ്റിയെ പറ്റിയൊന്ന് ആലോചിക്കേ. അവര് കിറ്റിയെ ജയിലിലിട്ട് പൂട്ടിക്കാണും. ശല്യം ചെയ്യുന്നുണ്ടാവും. ഒരു പക്ഷെ അവൾക്ക് കഴിക്കാനൊന്നും കൊടുക്കുന്നുണ്ടാവില്ല. അത് കാരണം ബലഹീനയായി അവൾ മയങ്ങി വീണാലോ? ഇല്ല, തീ ഇല്ലാതെ പുക വരില്ല. എന്റെ കിറ്റിക്ക് ലക്ഷറി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. കണ്ണാ സാർ, നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. കിറ്റിയെ നമുക്ക് തിരിച്ചു കിട്ടും. വരൂ, പോകാം. അല്ല, എങ്ങോട്ടാ പോകുന്നത്? നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും ഏത് കാട്ടുവർഗക്കാരെ വിളിച്ചോണ്ട് പോയെന്ന്? എടാ മണ്ട, പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന കാര്യാ പറഞ്ഞേ. നീയാണ് പൊട്ടൻ. പോലീസ് സ്റ്റേഷനിൽ എന്തിനാ കിഡ്നാപ്പേഴ്സ് കിറ്റിയെ വിളിച്ചോണ്ട് പോകുന്നേ? എന്റെ പൊന്നെ, കിറ്റിയെ തട്ടിക്കൊണ്ടുപോയ കാര്യം പറയാനാ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാന്ന് പറഞ്ഞ്. വരൂ, പോകാം. ഓരോരുത്തരും ഓടി വന്നിട്ട് ഇവിടെ ശ്വാസം കിട്ടാൻ നിക്കുക. നിങ്ങളും ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ഉറങ്ങി കിടക്കുക. കൈ അടിക്കുന്നേ. ഞാൻ ഉറങ്ങുകയൊന്നുമല്ല, ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, ഈ സമയത്ത് എന്താ ഓർത്തോണ്ടിരിക്കുന്നേ? അതെ, ഈ സമയത്ത് ഞാൻ എന്താ ആലോചിക്കുന്നതെന്ന് അറിയാനാണോ നിങ്ങളൊക്കെ വന്നത്? ഷെടാ, ഈ മണ്ടം പറഞ്ഞത് നിങ്ങൾ കേക്കല്ലേ? ഞങ്ങൾ കംപ്ലൈന്റ് തരാൻ വന്നതാ. കിറ്റിയെ അടിച്ചോണ്ട് പോയി. അല്ല, കിറ്റി എങ്ങനെ ചേട്ടനാവുന്നേ? അവള് അനിയത്തിയല്ലേ? ദേ നോക്കിയേ, കിറ്റി ആരോ കിഡ്നാപ്പ് ചെയ്തു. അതെ, കാട്ടുവർഗക്കാര് കിറ്റിയെ പൊക്കിക്കൊണ്ട് പോയി. അയ്യോ, അത് കിറ്റിയല്ല, എന്റെ ചേട്ടനാ. അവരാണ് കാട്ടുവർഗക്കാർ എടുത്തോണ്ട് പോയേ. പാർട്ടിയിൽ കിറ്റി ഇല്ലല്ലോ. ചേടാ, എന്ത് പാർട്ടിയാ? അവളെ വീട്ടിലായിരുന്നു. അല്ല, കിറ്റിയാണ് കിഡ്നാപ്പ് ചെയ്യാൻ പറ്റേ. അല്ല അല്ല, കിറ്റിയാണ്. കിറ്റി, 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 കിറ്റി. ചേടാ, ഒരു മിനിറ്റ്. കിറ്റിയെയും തോത്താരാമിനെയും രണ്ടുപേരെയും കിഡ്നാപ്പ് ചെയ്തു. ഇപ്പൊ ആരെ കുറിച്ച് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കണ്ടേ? രണ്ടുപേരെ പറ്റിയോ? അതെ, ആദ്യം ഓരോരുത്തരായിട്ട് പറ, എന്താ സംഭവിച്ചത്? ഓക്കെ, ആദ്യം ഞാൻ പറയാം. നീ എന്താ പറയാ? ഇതിനു മുമ്പ് ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ കന്നാ സാറിനോടും നമ്മുടെ ഞണ്ടിനോടും പറയാൻ പറ. ഞാൻ പറയാമെന്ന് പറഞ്ഞ് വന്നിരിക്കുന്ന ഒരുത്തൻ. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. വാവ് ബോഡി, യു ആർ സോ ഇന്റലിജന്റ്. കണ്ണൻ സാറേ, നിങ്ങൾ പറയൂ, എന്താ സംഭവിച്ചത്? അതെ, ഞാൻ കിറ്റി റൂമിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ജന്നല് പൊട്ടുന്ന സൗണ്ട് കേട്ടു. അത് കേട്ട് ഞങ്ങൾ എണീറ്റു.
ആക്രമിക്കൂ. എന്റെ വിഗ്രഹം ഈ പൂച്ചകൾ നമ്മുടെ ദൈവത്തിന്റെ കിരീടത്തിനെ എടുത്തുകൊണ്ട് വന്നു. ശിക്ഷ കൊടുത്തേ പറ്റൂ. അതിനെ പിടിച്ചോണ്ട് വരൂ. ഈ തുമ്പ വിചാരിച്ചത് സാധിച്ചു. വളരെ നന്നായിട്ടുണ്ടല്ലേ ഞണ്ടേ. ഇവൻ നമ്മുടെ ദൈവത്തിന്റെ ബ്രേസ് ഇട്ടിട്ടിരിക്കുന്നു. ഇവന് ശിക്ഷ കിട്ടിയേ പറ്റൂ. എന്റെ ചേട്ടനെ എങ്ങോട്ട് എടുത്തോണ്ട് പോകുന്നേ? തുമ്പ വിചാരിച്ചത് സാധിച്ചു. അല്ല, ഏത് ദൈവം, ഏത് കിരീടം, എന്ത് ബ്രേസ്ലൈറ്റ്? ഡംബു ഗ്രാമത്തിന്റെ ദേവതയാണ്. അവരെ ആർക്കും തൊടാൻ പറ്റില്ല. ഇവരുടെ ഗ്രാമം ഏറ്റവും വലിയ കാട്ടിനുള്ളിലാണുള്ളത്. ഞങ്ങൾ ആഗ്രഹിച്ചാൽ എവിടെ വേണമെങ്കിലും പോകാൻ കഴിയും. ആർക്കും ഞങ്ങളുടെ അടുത്തേക്ക് എത്താൻ പറ്റില്ല. ഞങ്ങളുടെ സുഹൃത്തുക്കളെ മറന്നേക്കൂ. ഇനി അവരെ കണ്ടുപിടിക്കാൻ കഴിയില്ല. ഞങ്ങളെ കൂട്ടുകാർ തിരിച്ചു വരും. ഞങ്ങൾ അവരെ വിളിച്ചോണ്ട് വരും. നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവരെ തരാൻ വേണ്ടി പാതാളത്തിലേക്ക് പോകണമെങ്കിലും ഞങ്ങൾ പോകും. അവരെ കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവരും. നോക്ക്, ആരും അറിയാൻ പാടില്ല നമ്മള് ദംബോ ഗ്രാമം അന്വേഷിച്ചാണ് വന്നതെന്ന്. ഓർമ്മ വെച്ചോളൂ, നമ്മള് വെറും ടൂറിസ്റ്റ് ആണ്, അത്ര തന്നെ. നമ്മള് കാട് ചുറ്റിക്കാണാൻ വന്നതാ. അയ്യോ, കിട്ടിയ കിഡ്നാപ്പ് ചെയ്ത് ഇപ്പോഴാണ് നിനക്ക് കാട് ചുറ്റിക്കണ്ടേ? അല്ല, അതൊക്കെ വെറുതെ പറയുന്നല്ലേ. നമ്മൾ ഡംബോ ഗ്രാമത്തിലേക്ക് പോയി കിറ്റിയെയും തോത്താറാമിനെയും രക്ഷിക്കാൻ വന്നതാണെന്ന് പറയാൻ പറ്റോ? നിങ്ങളില്ലാതെ ഈ ട്രിപ്പ് ഒന്നുമില്ല. ഈ ട്രിപ്പിലേക്ക് വന്ന നിങ്ങൾ എല്ലാവരോടും നന്ദി പറയാൻ ഞാൻ അർഹതനല്ല. അടിപൊളി, അടിപൊളി. ക്യാപ്റ്റൻ ഫ്രൈഡ്, നിങ്ങളാണ് ബെസ്റ്റ് ക്യാപ്റ്റൻ. യെസ്. ഓ, ഇത്രയും കോസ്റ്റ്ലി ആയ ട്രിപ്പ് ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ പോയിട്ടേ ഇല്ല. വൗ, ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഷിപ്പ് നിങ്ങളുടേത് തന്നെയാണ്. ഓ, നിങ്ങളെക്കാളധികം ചരിത്രമൊക്കെ ആർക്കറിയാനാ. ഞങ്ങൾ ഇനി ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം മാത്രമേ വരൂ. നീ കുറച്ച് ഓവറാവുന്നുണ്ട്. ഓ, സോറി. അത് മരുഭൂമിയായാലും കടലായാലും ഞാൻ ആ നാട്ടിലെ എല്ലാ വെള്ളവും കുടിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിച്ചതിന് നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. അല്ല, എണ്ണ തേടി വന്നവന് നെയ് കിട്ടിയതുപോലെ ടൂറിന് വേണ്ടി ഷിപ്പ് തെരഞ്ഞപ്പോ ക്യാപ്റ്റൻ തന്നെ കിട്ടി. എല്ലാരും ഒന്ന് കൈയടിക്ക്. ആ? ഓ, നിങ്ങൾ നല്ലവരായത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഡിസ്കൗണ്ട് തരികയാണ്. എന്ത് പറയുന്നു? ഇത് കുറച്ച് കൂടുതലല്ലേ? ഈ ടൂർ വളരെ ജോളിയായിരിക്കും. വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡൾ ആയിരിക്കും. ഇതിനേക്കാളും കുറഞ്ഞ റേറ്റിൽ ആരെങ്കിലും ടൂർ കൊണ്ടുപോയാൽ നിങ്ങൾ പറഞ്ഞത് ഞാൻ കേൾക്കാം. എടാ, ഇനി നിന്റെ ടേണാ, പോയി പറയടാ. ഇതിലും കുറവായിട്ട് ആരും കൊണ്ടുപോകില്ല. ഞങ്ങളൊക്കെ 15,000 രൂപ കൊടുത്താ പോയത്. ഓരോ സ്ഥലങ്ങൾക്കും അതിന്റേതായ വാല്യൂ ഉണ്ട്. എന്റെ കവിതയിൽ നിന്ന് നമുക്ക് 5,000 രൂപ കുറച്ചിരിക്കുക. എല്ലാരും ഒന്ന് കൈയടിച്ചേ. ഓക്കെ, ഡൺ. പക്ഷെ ഞങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് വേണം ഞങ്ങളെ കൊണ്ടുപോവാൻ. എന്നാ ശരി, വരൂ പോകാം. ആ. ഉം. ആ. 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 നിങ്ങൾ കലക്കി പിങ്കി. ഈ കാശ് നിങ്ങൾ പങ്കിട്ടെടുത്തോളൂ. നിന്റെ കാശ് ഞാൻ എടുക്കുകയാണ്. എന്തൊരു ഓവർ ആക്ടിംഗ് ആയിരുന്നു.
ചേട്ടാ ഇത് എത്ര നേരം വെച്ചാ ഞങ്ങൾക്കൊന്ന് വേഗം പോണം. ഇതോ ഇപ്പൊ പോയേക്ക്. പോകുന്ന വഴി നീണ്ടിട്ടാണെങ്കിൽ നമ്മൾ ചെന്നെത്തുന്ന സ്ഥലം നമുക്ക് കാണാൻ പറ്റില്ല. കണ്ണാടി ഇട്ടിട്ടൊന്നും കാര്യമില്ല. Any doubt? ആ, അതാണ് എന്റെ സിത്താര. Wow. അല്ല, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേ? അതല്ല, അതാ കണ്ടോ, അതാണ്. വരുന്നേ. സിത്താര ബോട്ടിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇത് സിത്താരയല്ല, പൊട്ടി പാളിച്ചായതാ. ഈ തകർന്ന ബോട്ടിലൊന്നും ഞങ്ങള് പോവില്ല. പിന്നെ ഇതെല്ലാം കഴിക്കാൻ ആളുണ്ടാവില്ല. പോകില്ല എന്ന് പറയുന്നവനെ വിഡ്ഢീന്നേ പറയും. നമ്മൾ ഈ ബോട്ട് തന്നെയാ പോകാൻ പോകുന്നേ. ആ കണ്ടോളൂ. നിങ്ങൾ ഈ ബോട്ടിന്റെ അവസ്ഥയൊന്നും നോക്കേ. ഇതിൽ പോയാൽ പല വർഷം കഴിഞ്ഞ് അവിടെ എത്താൻ പറ്റൂ. കിറ്റിയെയും തോത്താറാമിനെയും രക്ഷിക്കുമ്പോഴത്തേക്ക് നമുക്ക് വയസ്സായി പോവും. ഒരുപാട് പേരുടെ അഹങ്കാരം ഞാൻ ഇല്ലാതാക്കിയിട്ടുണ്ട്. അതുമല്ലാതെ ഒരുപാട് പേരുടെ സംശയം ഞാൻ തീർത്തിട്ടുമുണ്ട്. ഈ ക്യാപ്റ്റൻ ഫൈഡിനെ നിങ്ങൾ ആരാണെന്ന് വിചാരിച്ച് ആയിരക്കണക്കിന് ആളുകളെ ഞാൻ ടൂർ കൊണ്ടുപോയിട്ടുണ്ട്. ആഹാ, തൃശ്ശൂരിന്റെ അടുത്ത് എറണാകുളം ഉണ്ട്. എനിക്ക് നിങ്ങളുടെ മേലെ വിശ്വാസവും ഉണ്ട്. ആ, ഒന്ന് കൈയടിച്ചേ. രണ്ടാമതൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ഓപ്ഷനെ കാണൂ. അതുകൊണ്ട് അത് അംഗീകരിക്കല്ലാതെ നമുക്ക് വേറെ വഴി ഒന്നുമില്ല. ക്യാപ്റ്റൻ ഫ്രൈഡ്, ഈ സാധനം ഒന്ന് ഓട്ടിച്ചേ. ഞാൻ ഉദ്ദേശിച്ചത് ഞങ്ങളെ കപ്പലായിരുന്നു. കട്ടിടത്തിന്റെ ബലം അസ്ഥിവാരത്താണ് ഉള്ളത്. നദിയുടെ ബലം നിലത്താണ് ഉള്ളത്. എല്ലാവരും ഒന്ന് സൂക്ഷിക്കണം. ആരും സ്വപ്നം കാണരുത്. ഈ കാട് ഭയങ്കരമാണ്. എല്ലാവരും അകത്തേക്ക് വരൂ. അല്ല, നദിക്കരയിലുള്ള കാട്ടുവർഗക്കാർ നമ്മളെന്തിനാ അറ്റാക്ക് ചെയ്യുന്നത്? ഈ തുമ്പ വിചാരിച്ചത് സാധിച്ചു. നടക്കുന്നെന്ന് പറഞ്ഞ് നിന്നോണ്ടാണല്ലോ ഇരിക്കുന്നത്. തുമ്പ വിചാരിച്ചത് സാധിച്ചു. ദാ, ഇവൻ തന്നെയാ കിറ്റിയെ കിഡ്നാപ്പ് ചെയ്തത്. ചിരിക്കാതെ പോയി ആക്രമിക്ക. ആ, ഇവരെല്ലാരും ഹോളി കളിക്കാൻ വേണ്ടി വന്നേക്കുന്നത്. അല്ല, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നിങ്ങൾ ഹോളി ദേഷ്യം ഒന്നും പെടാൻ പാടില്ല. അല്ല, ഇത് ക്ലോറോഫോം ആണല്ലോ. ക്യാബിനിലേക്ക് ചെല്ല്. മുഖത്ത് തുണി കെട്ട്. അവര് നമ്മളെയും പിടിച്ചോണ്ട് പോകാൻ ശ്രമിക്കാം. ക്യാപ്റ്റൻ, ഇവിടുന്ന് പോകാം. അല്ല, ലെഫ്റ്റിൽ പോടോ അതോ റൈറ്റിൽ പോടോ? റൈറ്റ് ഈസ് ഓൾവേസ് റൈറ്റ്. അത് കാരണം ലെറ്റ്സ് ഗോ റൈറ്റ്. എന്ത് കാര്യം ചെയ്തേ? ഇതിൽ വെള്ളത്തിന്റെ ഒഴുക്ക് കൂടുതലാണ്. വലിയ വലിയ പാറകളുമുണ്ട്. ബോട്ട് തകർന്നേക്കും.
മുമ്പില് വാട്ടർഫോൾസ് ഉണ്ട്, തിരിക്കൂ. അല്ല എന്തിനാ വണ്ടി റിവേഴ്സിൽ ഓടിക്കുന്നത്? എടാ മണ്ട, വെള്ളത്തിന്റെ ഫോഴ്സ് അനുസരിച്ച് ബോട്ട് തനിയെ റിവേഴ്സിൽ പോവാ. ആരെങ്കിലും രക്ഷിക്കണേ, ഈ മുതലയുടെ അടുത്ത് തന്നെ ഒന്ന് അല്ല, രക്ഷിക്കാൻ. നീ എന്തിനാ ഈ നീന്തി കളിക്കുന്നെ? നീ കിളിയല്ലേ, പറക്കടാ മണ്ട. അയ്യോ സോറി, പേടി കൊണ്ട് മറന്നുപോയതാ. എനിക്ക് പറക്കാൻ പറ്റും ഞാൻ ഓർത്തില്ല. അയ്യോ എല്ലാരും സൂക്ഷിച്ചിരിക്ക്. കിറ്റിയേയും തോത്താറാമിനെയും രക്ഷപ്പെടാൻ നമ്മളെ സഹായിക്കുന്നതിന് മുമ്പ് നമ്മളെ ആരെങ്കിലും സഹായിക്കേണ്ടി വരും. ഓറഞ്ച് ഉപയോഗിച്ച് പറ്റില്ല ആംബ്ലറ്റ് ഉണ്ടാക്കാൻ. ഈ കാട് ഭയങ്കര ഡേഞ്ചറസ് ആണ്. ലേറ്റ് ആയി പോയത് കൊണ്ട് ട്രെയിന് പോയി. എന്റെ അമ്മയുടെ വള കാണാതെയും ആയി പോയി. ഇനിയിപ്പോ ഞാൻ എങ്ങനെയാ ജീവിക്കുക? ആകെ ഉണ്ടായിരുന്ന ഒരു ബോട്ട് തകർന്നു പോയി. ഇത് വിധിയുടെ കളിയാണ്. ഈ നിമിഷം നീ തോൽക്കുമെന്ന് നിനക്ക് തോന്നും. ആ എല്ലാ തോൽവികളും മറന്നിട്ട് വീണ്ടും ആദ്യം തൊട്ട് തുടങ്ങുന്നവനാണ് ശരിക്കുമുള്ള വീരൻ. എല്ലാം തന്റെ കൈവിട്ട് പോയാലും എല്ലാ പ്രയാസങ്ങളെയും മറികടന്ന് വിജയിച്ചാൽ അവനാണ് വേട്ടക്കാരൻ. എനി ഡൗട്ട്? നിന്നെ പ്രോത്സാഹിപ്പിച്ചേ പറ്റൂ. നീ നല്ല തത്വശാസ്ത്രം പറയുന്നുണ്ടല്ലോ, കൊള്ളാം. പിന്നെ ഞാൻ പാട്ട് വേണേലും പാടിത്തരാം. ഈ കാട്ടിൽ നിന്ന് എങ്ങനെ പുറത്തു പോവാന്ന് ആലോചിക്കേ. അത് ഒരിക്കലും പറ്റില്ല. നമ്മൾ ഡംബോ ഗ്രാമത്തിലാ ഉള്ളത്. നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. അതെ, ഇവിടുന്ന് എങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു പോയാ ഞാൻ നാട്ടുകാർക്കെല്ലാം ബിരിയാണി മേടിച്ചു കൊടുക്കും. എല്ലാരും എതിരകത്ത് പോകുന്നേ. നമ്മള് കിറ്റിനെ തോത്താറാമിനെയല്ലേ തേടേണ്ടത്. എടാ മണ്ട, അയാള് ചതപ്പില് താന്നോണ്ടിരിക്കുക. ഓക്കെ, ഞാൻ പോയി വെളിയിൽ വിളിച്ചോണ്ട് വരാം. അല്ല പോയി, ഞാൻ ഇതിനകത്തൊന്ന് പെട്ടു. ഇതിൽ ആന വീണാലും താന്നു പോവല്ലോ ഈശ്വര. എന്തെങ്കിലും ചെയ്യേ, ഇല്ലെങ്കിൽ ഞാൻ മുങ്ങി ചത്തുപോകും. രക്ഷിക്കണേ. എടാ, ഈ കയറ് പിടിക്കേ, എന്നിട്ട് കണ്ണസാറിന്റെ കൈ പിടിക്കേ. അല്ല ഏത് ജനാതി പിടിക്കണേ, തലയോ അതോ കയറോ? എടാ രണ്ടും ഒരേ സമയത്ത് പിടിക്കടാ. പിടിച്ചു വലിക്കോ. അച്ഛനും അമ്മയും ചെയ്ത പുണ്യം കൊണ്ട് ഞാൻ ഇതാ രക്ഷപ്പെട്ടിരിക്കുന്നു. ആ ഒന്ന് കൈയടിച്ചേ. മിണ്ടാതിരിക്കേ. ഇനി എന്തെങ്കിലും സംസാരിച്ചാൽ നിന്നെ ഞാൻ ചെളിയിലേക്ക് തള്ളിയിടും. ആകാശം വെളുത്തിട്ടാ ഉള്ളത്, പക്ഷേ കാർമേഘം കറുത്തിട്ടാ ഉള്ളത്. നമ്മളിവിടുന്ന് രക്ഷപ്പെടാൻ ഒരിക്കലും സാധ്യതയില്ല. നമ്മുടെ മുമ്പിലുള്ളത് കാട്ടുപോത്താണ്. താങ്ക് യു. നമുക്ക് ആ ഗുഹയിലേക്ക് പോകാം.
അത് ആ! ആ, ആ. ക്യാപ്റ്റൻ നേരെ ഗുഹയിലോട്ട് പോയി. ഇന്ന് നമുക്കും പോവാം. നന്നായിട്ട് നടക്കുന്നു. ആരോ AC ഇട്ടിട്ടുണ്ടെന്നാ തോന്നുന്നേ. അതെ, സൂക്ഷിച്ചു നോക്ക്. സൈഡില് ഫ്രിഡ്ജും ടിവിയൊക്കെ കാണും. സൂക്ഷിച്ചു പോണേ. പല വർഷങ്ങളെ ഇവിടെ ആരും വന്നിട്ടില്ലെന്ന് തോന്നുന്നു. വളരെ ഇരുട്ടാ. ഫെബ്രുവരിക്ക് ശേഷവും മാർച്ച് വരും, ഏപ്രിലിന്റെ മുമ്പും മാർച്ച് വരും. ഇരുട്ടെന്ന് പറയുമ്പോ ഓർമ്മ വരുന്നുണ്ട്, എന്റെ കയ്യിലുണ്ട് ഒരു ടോർച്ച്. നിങ്ങളൊരു ടണ്ണാ, ആ. മെഗാ ടൺ. നിങ്ങളൊരു ന്യൂട്ടനാ. പക്ഷെ നിങ്ങളൊരു ക്യാപ്റ്റനെ അല്ല. നീ എന്തൊക്കെയാണ് ആ, പറയുന്നത്? നിങ്ങള് ബുദ്ധിയില്ലാത്തവനാ. ടോർച്ച് വെച്ചിട്ട് എന്തിനാ? അച്ചാറിടാനാണോ? ടോർച്ച് വെച്ച് പോലെ അച്ചാർ ഉണ്ടാക്കാൻ പറ്റുമോ? മീട്ട എരിവാണോ അതോ പുളിപ്പാണോ? ഇതേ നോക്കിയ ഭക്ഷണത്തിനെ കുറിച്ച് ഒന്നും പറയല്ലേ. 4 മണിക്കൂറായ വല്ലതും കഴിച്ചിട്ട്. ചേടാ, ടോർച്ച് എടുക്ക്. അല്ല, ഈ ടോർച്ച് ആരെ കഴിക്കുന്നത്? ഡാ മണ്ട, ടോർച്ച് കഴിക്കാനല്ല, വഴി അറിയാനാ. മനസ്സിലായോ? ഐസ്ക്രീം, വാട്ടർമെലൻ, അനലി ഇതെല്ലാം കഴിച്ചാ പിടിക്കും ജലദോഷം. മുമ്പിലുണ്ട് വഴി. അല്ല, ഭക്ഷണത്തിനെ കുറിച്ചല്ലാതെ വേറെ കവിതകളൊന്നും ഇല്ലേ? ആ വഴി പോവാൻ വരൂ. ഇതെന്താ വീണ്ടും തുടങ്ങിയെടുത്ത് തന്നെ എത്തിയല്ലോ. ശരി, വരൂ. വേറൊരു തുരങ്കം വഴി പോയി നോക്കാം. തിരിച്ചു പോകാം, വരൂ. ഷെടാ, തീരെ മനസ്സിലാവുന്നില്ല ഏത് വഴി പോകണമെന്ന്. എപ്പോ എല്ലാ കാര്യങ്ങളും കറങ്ങി കറങ്ങി ഒരേ വഴിയിൽ ഒന്ന് നിൽക്കുന്നു, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവണം നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തില്ല എന്ന്. എനി ഡൗട്ട്? ഓ, എടാ നീയോ? ഞാൻ നീയല്ല, തുമ്പ. എന്താ കിട്ടി? തൂത്തറ, നീ ഇവിടെ എന്താ ചെയ്യുന്നേ? അല്ല, നമ്മൾ ഇത് എവിടെയാ? ഇവനോട് ചോദിക്കേ. നീയോ? ഞാൻ നീയല്ല, തുമ്പ. TUMBA, തുമ്പ. TUMBA, തുമ്പ. മതി, തീർത്ത്. ഒരുപാട് അധികം സംസാരിക്കുന്നു. ഒന്നുകിൽ ഞങ്ങൾ അല്ലെങ്കിൽ നീ. നിങ്ങൾ അടിച്ച് ഞാൻ ഒരു വഴിയാക്കും. നിന്നെ കൊണ്ട് ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റുകയില്ല. തുമ്പ വിചാരിച്ചത് സാധിച്ചു. എടോ, നിന്റെ വിചാരമൊക്കെ കയ്യിലിരിക്കട്ടെ. ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ശരിയാക്കും. നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ദൈവത്തെ അപമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ശിക്ഷ കിട്ടിയേ തീരൂ. കിട്ടും. ശിക്ഷ കിട്ടും, തീർച്ചയായിട്ടും ശിക്ഷ കിട്ടും. നീ ഞങ്ങളെ ശിക്ഷിക്കുന്നതിന് മുൻപ് ഞാൻ നിന്നെ ശരിയാക്കാം. നോക്കിക്കോ. തേനെ തൂത്തറ.
കണ്ടോ ഇപ്പൊ ഈ തുമ്പയുടെ അവസ്ഥ? വേറെ ആർക്കെങ്കിലും എന്നോട് ഫൈറ്റ് ചെയ്യടോ? എന്ത് ഫൈറ്റ് ചെയ്യണോ? എടാ നിന്നെയാണ് ഫൈറ്റ് ചെയ്യാൻ വിളിക്കുന്നത്. പോടാ അവനെ അടിക്കേ. നോക്കിയേ, എന്നെ അടിക്കാൻ ഇവിടെ ഫൈൽവാന്മാര് വല്ലവരും ഉണ്ടോന്നാ ചോദിച്ചത്. നിന്റെ പേര് ഫൈൽവാൻ അറിഞ്ഞില്ല. ഇതൊക്കെ വളരെ ഈസി അല്ലേ? അല്ല, ഇത് എല്ലാവരും കാണൂ, എല്ലാവരും കാണൂ. ഇതാ കണ്ടോ, ഒരു വടിയുടെ അടുത്ത് വടി കൊടുത്തു വെച്ചിരിക്കുന്നു. ഇവരെ പിടിച്ച് കെട്ടിവെക്കോ. ഇവർ രക്ഷപ്പെട്ടാൽ നമുക്കാണ് പ്രശ്നം. ഒരു തെറ്റും സംഭവിക്കാൻ പാടില്ല, മനസ്സിലായോ? നിങ്ങളെ ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയുകയില്ല. അല്ല, ആരാ ഇവിടെ പാറൊക്കെ വെച്ച് ഗുഹ ഉണ്ടാക്കിയത്? ആരാ ഇത്രയ്ക്ക് പൊട്ടൻ ഇവിടെ? ചേടാ, ഗുഹയില് പാറ ഇടിഞ്ഞ് വീണ് വഴിയൊക്കെ അടഞ്ഞുകൊണ്ടിരിക്കുക. മൂടിയിരിക്കുന്ന വഴിയിലും പാത കണ്ടെത്തുന്നവനെയാണ് എല്ലാവരും നേതാവെന്ന് പറയുക. ഏത് ആൾ കാണിക്കുന്നോ? എടാ, ആളെ കാണിക്കുന്നതല്ല, വഴി കാണിക്കുന്നത്. തന്റെ ജീവനെ പോലും തുച്ഛമായി കരുതി എല്ലാവരെയും രക്ഷിക്കുന്നവൻ. അങ്ങനെ നോക്കിയാ ഫാറൂഖ് ചേട്ടന് വഴികാട്ടിയല്ലേ? അതെ, നമ്മുടെ സ്ട്രീറ്റിന്റെ ലാസ്റ്റിലാണ് താമസിക്കുന്നത്. ദിവസവും പഞ്ചർ കട അടച്ചിട്ടിട്ട് തന്റെ വഴി നോക്കി പോയിക്കൊണ്ടിരിക്കും. കുയിലിനെ പിടിച്ച് കൂവാൻ പറയൂ, ഓറഞ്ച് പിഴിഞ്ഞ് ജ്യൂസ് എടുക്കൂ. ഫാറൂഖിനെ പഞ്ചറിടാൻ പറയൂ, ഈ പാറകളൊക്കെ മാറ്റി വഴിയുണ്ടാക്കൂ. എന്ത് വഴി? ഗ്യാപ്പ് ഉണ്ടാക്കാൻ പറയാ, ഒരു ഹോള് പോലെ. അരെ വാ, നമ്മൾ ഈ ചോറിലിടാൻ പോകുന്ന ഹോള് വെച്ച് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകണം. ഏത് ഹോള് വഴി ആരാ വെളിയിൽ പോകുന്നത് അറിയാൻ പാടില്ല. നീ ഒരു ഹീറോ ആണ്, ഒരു ആറോ ബീറോ. ഓ, പക്ഷെ നീ ഒരു ഹീറോ അല്ല. സൂപ്പർ ഹീറോ ആണോ? അല്ല, നീ ഒരു സീറോ ആണ്. അങ്ങനെയാണോ? എന്നാ ഈ സീറോ ആണ് ഇപ്പൊ ഹീറോ ആയി മാറി വഴി ഉണ്ടാക്കാൻ പോകുന്നത്. ബുദ്ധി തന്നെ ഉപയോഗിക്കണമെന്ന് ഒരു ആവശ്യമില്ല. ചില സമയത്ത് ബുദ്ധി ഇല്ലാത്തവന്മാരെയും വെച്ച് നമുക്ക് ജോലി ചെയ്യിപ്പിക്കാൻ പറ്റും. എന്താ രണ്ടുപേരും ഇവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നേ? ഞാൻ സംസാരിക്കും കേൾക്കുന്നുണ്ടോ? ഒന്ന് പോരാനുള്ള വഴി പറഞ്ഞു തരൂ. ഹലോ, ഒന്ന് എന്തെങ്കിലും തിരിച്ചു പറ. എന്താ അനങ്ങാണ്ടിരിക്കുന്ന ഇങ്ങനെ? പാചകം ചെയ്യാൻ ആവശ്യമുള്ള എന്താ? എടാ, അവിടെ ആരെങ്കിലും ഉണ്ടോ? അതെ, ഉറങ്ങുവാണ്. ഉത്തരവും പറയുന്നില്ല. അങ്ങോട്ട് പോ. നീ ഇവരുടെ അടുത്താണോ സംസാരിച്ചോണ്ടിരുന്നത്? ഇവര് ഒരു അസ്ഥിക്കൂടവാ. എന്ത് പ്രാവിന്റെ കൂടോ? എടാ, പ്രാവിന്റെ കൂടല്ല, അസ്ഥിക്കൂടം. നമ്മൾ ഇവിടുന്ന് പെട്ടെന്ന് പോയില്ലെങ്കിൽ നമ്മളിങ്ങനെ അസ്ഥിക്കൂടമായിട്ട് മാറും. കാല് വേനിച്ചാൽ ചേറിലിരുന്ന് കാല് നീട്ടണം. നമ്മളെല്ലാവരും ഈ ഗുഹയിൽ ഇപ്പൊ നന്നായിട്ട് കുടുങ്ങിപ്പോയി. കൈയടിച്ചേ. ആരാ? ഗുഹയിലും ഫാൻസോ? ഇവിടെ അടുത്ത് ആരോ ഉണ്ട്. ഇതിന്റെ അപ്പുറത്ത് ആൾക്കാരുണ്ട്. ഒരുപക്ഷെ കിറ്റിയും തൊത്തറാമോ അടുത്ത് കാണും തോന്നുന്നു. വാ പോകാം. സൂര്യദേവൻ സന്തോഷവാനായി. നമ്മുടെ ദൈവത്തിന്റെ വിഗ്രഹം തിരിച്ചു കിട്ടിയിരിക്കുന്നു. മോഷ്ടാക്കൾക്ക് ഉത്സവം നൽകാം. ഉത്സവമല്ല, ശിക്ഷയാണ് കൊടുക്കേണ്ടത്. അത് തന്നെ കൊടുക്കാം. പിന്നെ ഈ കുറ്റവാളികളെ രക്ഷിക്കാൻ വന്നവരെയും നമ്മൾ വിട്ടുപിടിക്കണം. വിട്ടുപിടിക്കല്ലേ മഹാരാജാവേ, കണ്ടുപിടിക്കണം. ഓഹോ, പറയുന്ന വാക്കുകൾക്ക് കുറ്റം പറയില്ലേ? നിനക്ക് അർത്ഥം മനസ്സിലായില്ലേ? എന്താ നടക്കുന്നത്? അയ്യോ,
അവര് കടിക്കൂ. അതെ, നിങ്ങളെ കടിക്കാനല്ല പറഞ്ഞ്, പിടിക്കാനാ പറഞ്ഞേ. അല്ല, നമ്മൾ എന്തുകൊണ്ടാ ഓടുന്നേ? അവരെ നമുക്ക് അടിക്കാലോ. ഇത് നോക്ക്, നമ്മൾ സൂപ്പർ കാറ്റ് ഒന്നും അല്ല. എത്ര പേരുണ്ടെന്ന് കണ്ടില്ലേ? ചെറിയ വഴിയുണ്ടേ നോക്ക്. താടി ഒത്തിരി വളർന്നാൽ ഷേവ് ചെയ്യും. ഒരു ഗസ്റ്റ് വന്നാൽ ഇങ്ങനെയാണോ പെരുമാറാ? കൈയൊന്നും അടിക്കണ്ട. നിൽക്കാനാ പറഞ്ഞേ. ഇല്ലെങ്കിൽ ഞാൻ അവനെ കൊന്നേക്കോ. ഈ തുമ്പ സാധിച്ചു. തുമ്പ സാധിച്ചെന്ന് പറഞ്ഞു. ഇയാള് ഞങ്ങൾ ഇവിടുന്ന് ചോറിഞ്ഞു. എടാ മിണ്ടാതിരിക്ക്. കണ്ണാ സാർ അപകടത്തിലാണ്. സറണ്ടർ ആയേക്കാം. കളിക്ക് തുമ്പ. ശത്രുക്കളെല്ലാവരും വിഗ്രഹത്തിൽ കുടുങ്ങി. നിങ്ങളെ വൊക്കാബുലറി എത്ര മോശമായിട്ടുണ്ട്. വിഗ്രഹത്തില് കുടുങ്ങിയെന്നല്ല, വലയില് കുടുങ്ങിയെന്ന് പറ. ഇങ്ങനെ സംസാരിക്കുമ്പോ എങ്ങനെ കൈയടിക്കാം? മറ്റുള്ളവരെ കുറ്റം പറയുന്നല്ലോ നീ ഗ്രാമത്തിലെ നിയമം ലംഘിച്ചിരിക്കാണ്. ഞങ്ങളുടെ ദൈവത്തിന്റെ വിഗ്രഹം തൊട്ട് അശുദ്ധമാക്കി. അവരെ രക്ഷപ്പെടുത്താൻ വന്നാണോ? മഹാരാജാവേ, അവരെ രക്ഷിക്കാൻ വന്നിരിക്കുകയാണോ? അത് തന്നെ. അവരെ രക്ഷിക്കാനൊന്നും പറ്റില്ല. സൂര്യദേവൻ ഇവരുടെ മേൽ ദേഷ്യത്തിലാണ്. ഇവരെയെല്ലാം രസമാക്കി മാറ്റിക്കളയാം. അതെ, അത് രസമല്ല, അത് കഴിക്കുന്നതാണ്. ഇത് ഭസ്മമാക്കിയേക്കും. അതെ, അത് തന്നെ ചെയ്യും. നാളെ ഇവരെല്ലാവരെയും കെട്ടി സൂര്യദേവന് മുൻപിൽ നിർത്താൻ പോവാ. ഒന്നും ആകത്തില്ല. ശരീരം ഇച്ചിരി ടാൻ ആവത്തേ ഉള്ളൂ. എടാ മണ്ട, നിനക്ക് മനസ്സിലായില്ലേ? നിന്നെ ഞങ്ങൾ കമ്പത്തിൽ കെട്ടിവെച്ചേക്കോ. നിനക്കും മനസ്സിലായോ? കമ്പത്തിന്റെ മുകളിൽ എണ്ണയുണ്ടാകും. അതിന് സൂര്യദേവന്റെ വെളിച്ചം പെടുന്നത് കൊണ്ട് നിങ്ങൾ എല്ലാവരും കത്തി ഭസ്മമായേക്കും. അതെ, ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ശിക്ഷ അനുഭവിക്കാൻ തയ്യാറാണ്. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എന്തൊക്കെയാടാ നീ പറയുന്നത്? അതെ, അവരുടെ നിയമം ലംഘിച്ചിരിക്കുക. സൂര്യദേവൻ എന്ത് ശിക്ഷ തന്നാലും ശരി, ഞങ്ങൾ അത് സ്വീകരിക്കും. ശിക്ഷയ്ക്ക് മുമ്പ് എനിക്കൊരു കാര്യം വേണം. പറയൂ, നിന്റെ അവസാനത്തെ മീശ എന്താണ്? അത് ആഗ്രഹമാണ് മഹാരാജാവേ. ആഗ്രഹം എന്ന് വെച്ചാൽ വിഷ്. എന്നാ അതും ചോദിക്കാൻ കാര്യം പറ. ഞങ്ങൾക്ക് നാളെ 2:35 ഉള്ളപ്പോ ശിക്ഷ തരണം നിങ്ങള്. ഞങ്ങൾ നിരപരാധികളാണെങ്കിൽ സൂര്യദേവൻ ഞങ്ങളെ സംരക്ഷിക്കും. ശരി രാജപ്പ. ഞാനാണ് രാജപ്പൻ. അതെ, ഇവിടെ നിന്നെ ആരും വിളിച്ചില്ല. മഹാരാജാവ് പറയാൻ വരുന്നതേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം ഏൽക്കാമെന്ന്. നാളെ മൈതാനത്ത് വെച്ച് നമുക്ക് കാണാം. എല്ലാരും ബട്ടറാകാൻ പോകുന്നു. അയ്യോ, ബട്ടറല്ല, ഭസ്മം. അത് തന്നെ. സുഹൃത്തെ, ഇതുവരെ എന്ത് സംഭവിക്കുന്ന അറിയാതെയായിരുന്നേ. നീ വന്നിപ്പോ ഞങ്ങളുടെ കഥ തീർക്കാൻ തന്നെ അങ്ങ് തീരുമാനിച്ചു. മ്യൂസിക് ഇല്ലാതെ ആരെ കൊണ്ട് ഡാൻസ് കളിക്കാൻ പറ്റില്ല. ഇനി നമ്മളെ ആരെ കൊണ്ട് രക്ഷിക്കാനും പറ്റില്ല. അല്ലെങ്കിൽ തന്നെ നീ എന്റെ ബോട്ട് തകർത്തു. ഇപ്പൊ നീ എല്ലാരുടെ കഥയും തീർക്കാൻ നോക്കുകയാണ്. അതെ, രണ്ടുപേരും ഇങ്ങനെ മാറ്റി മാറ്റി സംസാരിച്ചോണ്ടിരിക്കേ. അങ്ങനെയെങ്കിലും നിങ്ങളുടെ രണ്ടുപേരും ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ. അല്ലോ, താൻ അടുത്ത ജന്മത്തേക്കും കൂടി ഇപ്പൊ കഴിക്കാണോ? ചെറിയ ചേട്ടാ, ആരെന്ത് പറഞ്ഞാലും ശരി, എനിക്കൊരു നല്ല വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും എല്ലാരെയും രക്ഷിക്കും നീ. അതെ ബണ്ണി, എനിക്ക് നിന്നെ വളരെ വിശ്വാസം. എടാ ബണ്ണി, ഒരു ദിവസം നമ്മൾ തീർച്ചയായും മരിക്കും. അത് നാളെ ആയപ്പോ എന്താ? എന്തിനു വേണ്ടി നമ്മളിപ്പോ വിഷമിക്കണം? നമ്മുടെ കയ്യിൽ ഒരു ദിവസമല്ലേ ഉള്ളൂ. അത് നമുക്ക് എൻജോയ് ചെയ്യാന്നേ. എനി ഡൗട്ട്? ആർക്കും ഒന്നും സംഭവിക്കില്ല കൂട്ടുകാരെ. നമ്മളെ സൂര്യഭഗവാൻ രക്ഷിക്കും. ഇന്ന് രാത്രി എൻജോയ് ചെയ്യൂ. നമുക്ക് വെച്ചിരിക്കുന്ന ഐറ്റംസ് കണ്ടില്ലേ? എസ്പെഷ്യലി നീ എൻജോയ് ചെയ്തോ.
ഉം. വരൂ, ശിക്ഷക്കുള്ള നേരം അടുക്കാറായി. തുമ്പ വിചാരിച്ചത് സാധിച്ചു. ആ വിചാരിച്ചത് നീ സാധിച്ചല്ലേ? ഞങ്ങളെ സംസാരിച്ച് നീ കൊന്നല്ലേ? ചായയില് നല്ല പഞ്ചസാര ഇടും. ഇവിടെയാണെങ്കിൽ നമ്മളെ കത്തിക്കാൻ പെട്രോൾ ഒഴിക്കുന്നു. ഇവിടെ വന്ന് കവിത പറയേണ്ട കൈ പോലും അടിക്കാൻ പറ്റത്തില്ല. ഉം. അല്ല, ഇവരെന്തിനു ഈ ഗ്ലാസ് ഒക്കെ കൊണ്ടുവരുന്നേ? ഇത് മാഗ്നിഫൈങ് ഗ്ലാസസാ. ഇതുപയോഗിച്ച് സൺറൈസിനെ കൺവേർട്ട് ചെയ്താലുണ്ടല്ലോ, പെട്രോൾ ഒഴിച്ച് കത്തിച്ച പോലെ ആ മരങ്ങളൊക്കെ കത്തും. ഈ സ്ഥലവും ഇവിടെയാണ്, തീരുമാനം ഇവിടെയാണ്, സമയം മാത്രം നമ്മുടെ അവസാന നിമിഷങ്ങൾ. എനി ഡൗട്ട്? ഒന്നും സംഭവിക്കില്ല, ഞാനില്ലേ. അതെ, തീയുണ്ട്. ഇപ്പൊ നമ്മളെല്ലാവരും ഉണ്ടാവോന്ന് അറിയില്ല. സ്നേഹമിതാ എത്തി. സൂര്യദേവൻ ഇവരുടെ തെറ്റുകൾക്ക് എൻജോയ്മെന്റ് നൽകാൻ പോകുന്നു. അയ്യോ, എൻജോയ്മെന്റ് അല്ലാതെ പനിഷ്മെന്റ്, പനിഷ്മെന്റ്. ആ, എന്ത് കൊടുക്കാണെങ്കിലും സൂര്യദേവൻ തന്നെ കൊടുക്കണം. ശരി, എല്ലാം തൂങ്ങൂ. ആരംഭിക്കൂ. ആ, അത് തന്നെ, അതൊക്കെ ചെയ്തേക്ക്. ഹേയ് സൂര്യഭഗവാനെ, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. ഞങ്ങളെ രക്ഷിക്കൂ സൂര്യഭഗവാനെ. മെഡിസിൻ പഠിച്ചത് കൊണ്ട് വൈദ്യനായി, ഉത്തമത്തിൽ ചേർന്നത് കൊണ്ട് സന്യാസിയായി. പാവം ഇവന്റെ സാഹചര്യം കണ്ടില്ലേ, മരിച്ചു പോന്ന് അറിഞ്ഞത് കൊണ്ട് ഇവൻ ഭ്രാന്തനായി. അതെയോ അതെയോ അതെയോ? അതെ അതെ, കുറച്ചും കൂടെ പുകഴ്ത്തി പറ എന്ന് മനസ്സിലായോ? ഇനി നിനക്ക് ഒരിക്കലും പുകഴ്ത്തി പറയാൻ പറ്റില്ല. സൂര്യഭഗവാനെ, അങ്ങൊരു മഹാനാണ്, സർവശക്തനാണ്, ലോകത്തിന്റെ തന്നെ അഭിമാനമാണ് അങ്ങ്. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തന്നെ അത് തെളിയിച്ചു കൊടുക്ക്. നിങ്ങളുടെ രശ്മികൾ നിർത്തൂ, നിങ്ങളുടെ ചൂട് നിർത്തൂ, തടുത്തു നിർത്തൂ, നിർത്തൂ. ഞങ്ങൾക്ക് സംഭവിക്കുന്നത് അന്യായമാണെങ്കിൽ അങ്ങ് ഈ ലോകത്തിന് വെളിച്ചം നൽകുന്നത് നിർത്തൂ. അല്ലാതെ എന്താ സംഭവിക്കുന്നത്? ഇതെങ്ങനെ ഇരുട്ടായി? സൂര്യദേവൻ എവിടെ പോയി? ദൈവമേ, എനിക്കും എന്താ നടക്കുന്നെന്ന് മനസ്സിലാവുന്നില്ല. ഇത് തെറ്റാ, ഇങ്ങനെ നടക്കാനേ പാടില്ല. ദൈവമേ, ഈ സൂര്യദേവൻ എവിടെ പോയെന്ന് അറിയില്ല. ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല, പാടില്ല. ഇതൊന്നും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സൂര്യഭഗവാൻ ഇവർ പറയുന്നത് കേൾക്കുന്നുണ്ട്. ദൈവത്തിന് ഇവരെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. നമ്മൾ സൂര്യഭഗവാനെ ദേഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. ഞങ്ങൾ തെറ്റ് ചെയ്തിരിക്കുന്നു. സൂര്യദേവന് പ്രിയമുള്ളവരെ ഞങ്ങളെ ചവിട്ടു. അയ്യോ, ഈ കെട്ടൊക്കെ നഴിച്ചിട്. ഞങ്ങൾ നല്ല ഷൂ മേടിച്ച് നിങ്ങളെ പിന്നെ ചവിട്ടാ. ഓക്കെല്ലേ? എടോ, അയാൾ ക്ഷമിക്കുന്നാ പറഞ്ഞോണ്ടിരിക്കുന്നേ. അതെ, ഞങ്ങളും അതന്നെയാ പറയുന്നത്. ഞങ്ങളോട് ക്ഷമിച്ചേക്കൂ. തുമ്പ, നമുക്ക് ഇവരെ എല്ലാവരെയും കമുത്തണം. തുമ്പയ്ക്കെല്ലാം മനസ്സിലായി. ശരിക്കുള്ള വാക്ക് കമുത്തുന്നതല്ല, അഴിക്കുന്നതാണ്. സൂര്യദേവന്റെ പ്രിയപ്പെട്ടവരെ, സൂര്യദേവനോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് വീണ്ടും വെളിച്ചം തരൂ. സൂര്യഭഗവാനെ, ഇവരും നിങ്ങളുടെ കുട്ടികളാണ്. അവർ ചെയ്ത തെറ്റവർക്ക് മനസ്സിലായിരിക്കുന്നു. ഇവർക്ക് മാപ്പ് നൽകൂ അങ്ങുന്നേ. വീണ്ടും ഈ ലോകത്തിലേക്ക് അങ്ങയുടെ പ്രകാശം ചൊരിയോ.
സൂര്യദേവൻ പ്രസന്നനായി. ആ സന്തോഷം സന്തോഷം. ആ കുഴപ്പമില്ലല്ലോ, ശരിക്കുള്ള വാക്ക് പറഞ്ഞല്ലോ. ഞാൻ എപ്പോഴും ശരിക്കാ സംസാരിക്കുന്നത്. നീ നിന്റെ ചെവി ഒന്ന് ശരിയാക്ക്. ഏ? ഇന്ന് നമ്മൾ ഉത്സവം ആഘോഷിക്കാൻ പോവാ. കലക്കി ബന്നി, നീ ശരിക്കും ഇന്റലിജന്റ് തന്നെയാ. സൂര്യഗ്രഹണം സംഭവിക്കാൻ പോകുന്നു അറിഞ്ഞിട്ട് എല്ലാരെയും രക്ഷിച്ചില്ലേ? അതൊക്കെ പോട്ടെ, ഇന്ന് സൂര്യഗ്രഹണാന്ന് നിനക്കെങ്ങനെയാ മനസ്സിലായത്? ദാ ഇങ്ങനെ. അല്ല, ഇത് ആര് റിങ്ങിനോട് പറയല്ലേ? അദ്ദേഹം തന്നെ. അദ്ദേഹത്തോട് പറയല്ലേ? മണി, ഇനി ഞങ്ങളുടെ ജീവൻ നിനക്ക് സ്വന്തമാണ്. നീ ഞങ്ങളെ രക്ഷിച്ചിരിക്കുക. ഇനി ഞാൻ എപ്പോഴും എന്നും നിന്റെ അടിമയായിരിക്കും. ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ചെയ്തത് തെറ്റ് തന്നെ. ഞങ്ങൾക്കുള്ള ആകെ ഒരു പ്രതീക്ഷ പുറത്തുള്ളവർ അകത്തോട്ട് വന്ന് നമ്മുടെ സംസ്കാരം നശിപ്പിക്കരുതെന്നാ. അതുകൊണ്ടാ ഇങ്ങനെ ഒളിച്ചു ജീവിക്കുന്നേ. ഞങ്ങൾ നിങ്ങൾക്ക് വാക്ക് നൽകുന്നു, ഞങ്ങൾ നിങ്ങളുടെ ഗ്രാമത്തെക്കുറിച്ചോ ജനങ്ങളെക്കുറിച്ചോ ആരോടും പറയില്ല. ഞങ്ങളോട് ക്ഷമിക്കണം. ഞാൻ ചെയ്തതെല്ലാം എന്റെ ബന്ധങ്ങൾക്കും ഞങ്ങളുടെ വനത്തിനും ഞങ്ങളുടെ പ്രകൃതിക്കും അടുത്ത തലമുറ ഇതിനൊക്കെ വേണ്ടിയാണ് ചെയ്തത്. അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ നാട്, ജനങ്ങൾ, അടുത്ത തലമുറ ജനങ്ങൾക്ക് വേണ്ടിയാ ചെയ്തെന്നാണ് പറയുന്നേ. ചെറിയ ചേട്ടാ, എനിക്ക് എന്താ തോന്നുന്നെന്ന് വെച്ചാൽ ഇയാൾ എല്ലാം കൂടെ ചെയ്ത് തെറ്റിട്ടാണ് പറയുന്നതെന്നൊക്കെ. ഓ അങ്ങനെയാണോ? നീ എത്ര ഇന്റലിജന്റ് അല്ലേ? ഞങ്ങൾക്ക് തന്നെ ഇപ്പഴാ മനസ്സിലായ. അടുപ്പിൽ ഷാപ്പാട് വെച്ച വേഗണം, മുറിവ് പറ്റിയ കാലിന് നോവണം. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഹാപ്പി ആയിരുന്നു. പക്ഷേ മഹാരാജാവേ, ഞങ്ങൾക്ക് പോകണം. ഇന്ന് നിങ്ങൾ എല്ലാവരും ശാന്തരായി ടെസ്റ്റ് എടുക്കൂ. നാളെ നിങ്ങളെ സിറ്റിയിൽ കൊണ്ടുപോയി വിട്ടേക്കാം. Thank you.